മോളിലേക്ക് മാങ്ങവറി, താഴേക്ക് ചെളികുത്ത്, മാങ്ങവറി ചെളികുത്ത്, മാങ്ങവറി. മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലും ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ വന്നിട്ട് ഇന്നെൻ്റെ സെൽഫ് പോർട്രേറ്റ് വീഡിയോ അല്ല, മറിച്ച് ഇന്ന് കുറച്ചൊരു ഫോട്ടോ എടുക്കും. സോ ഇന്നൊരു കൊളാബറേഷൻ ഫോട്ടോഷൂട്ട് ഉണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ബിഹൈൻഡ് ദ സീനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ്. സോ നമുക്ക് ഒട്ടും തന്നെ വൈപ്പിക്കേണ്ട വീഡിയോയിലേക്ക്. ഫസ്റ്റ് വന്നിട്ട് എന്താ പറയുക, കുറച്ച് ഫ്ലവേഴ്സ് പ്രിപ്പയർ ചെയ്യണമായിരുന്നു, റെഡിയാക്കി വെക്കണമായിരുന്നു, കൊരുത്ത് റെഡിയാക്കി വെക്കണമായിരുന്നു. എനിക്ക് ഒരു ഹെയർ സ്റ്റൈൽ അങ്ങനത്തെ ടൈപ്പ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടി ഇങ്ങനെ കൊരുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കൊളാബറേഷൻ ഫോട്ടോഷൂട്ടാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ആഫ്റ്റർ 1 ഇയറിന് ശേഷമാണ് ഞാനൊരു കൊളാബറേഷൻ ഫോട്ടോഷൂട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ടിട്ട് തന്നെ ഭയങ്കര നെർവസുമാണ്, അറ്റ് ദ സെയിം ടൈം ഭയങ്കര എക്സൈറ്റഡ് ആണ്. എങ്ങനെ അതിൻ്റെ ഫൈനൽ ഔട്ട്കം നന്നായിട്ട് വരുമോ എന്നൊക്കെ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ്. സോ അതെല്ലാം ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ആ ഒരു ഫ്ലവേഴ്സ് എല്ലാം നല്ല രീതിയിൽ കൊരുത്തെടുത്തിട്ടുണ്ട്. സോ അതിനുശേഷം എനിക്ക് നെയിൽസൊക്കെ ഒന്ന് ഇത് ചെയ്യാനുണ്ടായിരുന്നു, നെയിൽ പോളിഷൊക്കെ ഒന്ന് ചെയ്യാനുണ്ടായിരുന്നു. ഫ്രഞ്ച് നെയിൽസ് പോലത്തെ എന്തോ ഒരു സംഭവം അങ്ങനത്തെയാണ് ഉദ്ദേശിച്ചത്. സോ അത് ചെയ്യുകയാണ്. ഗൈസ്, കുറഞ്ഞ ചിലവിൽ ഫ്രഞ്ച് നെയിൽസ് ചെയ്ത് കൊടുക്കപ്പെടും കേട്ടോ. ചുമ്മാ പറഞ്ഞാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കാലിലെയും കയ്യിലെയും എന്തോന്ന് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു. അവർ വരാൻ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവർ വന്ന്. ഇച്ചിരി ലേറ്റായിട്ടാട്ടോ വന്നത്, കാരണം ഒരുപാട് ദൂരത്തു നിന്നായിരുന്നു വരേണ്ടിയിരുന്നത്. സോ അതുകൊണ്ട് ലേറ്റായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാൽ കൂടി ഞങ്ങൾ എല്ലാം സെറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ റെഡിയായി. ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്ന് ഞാൻ ഓൾറെഡി കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അതിനോട് മാച്ച് ആവുന്നില്ലായിരുന്നു. ഒരു ഗോൾഡൻ കളറ് ഈ ഒരു ടൈപ്പ് ഡ്രസ്സിനോട് മാച്ച് ആവുന്നത്. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ട്രഡീഷണലാണ് ഒക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ ഒരു കളർ തീം എന്ന് പറയുന്ന ഒരു ഓഫ് വൈറ്റ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗോൾഡൻ കളർ ഒട്ടും അതിന് മാച്ച് ആവുന്നില്ല. അപ്പം പുള്ളിക്കാരി തന്നെ കൊണ്ടുവന്നു. പിന്നെ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ലൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടിട്ട് ഫേസിൽ മേക്കപ്പ് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മുടി കെട്ടാനായിരുന്നു ഇച്ചിരി പണിയുണ്ടായിരുന്നത്. സോ ഇതായിരുന്നു ഫൈനൽ ലുക്ക്. കുറച്ച് ടൈം എടുക്കും നമുക്ക് ആ ഒരു മേക്കപ്പ് ഒന്ന് സെറ്റായി വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 4:30 ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനി ലൊക്കേഷൻ നോക്കണം. ലൊക്കേഷൻ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ അടുത്ത് തന്നെ ഒരിടത്ത് ഒരു എന്താ പറയുക, ഒരു പുഴയുടെ സൈഡിൽ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. നേരത്തെ ആദ്യം കണ്ടുപിടിച്ച ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇച്ചിരി ദൂരത്താണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി ഞങ്ങൾ 2 വഴി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ 2 വഴി കൂടെ ഫസ്റ്റത്തെ വഴി കൂടെ ഇറങ്ങാൻ പോയപ്പോൾ ഒരിച്ചിരി അപകടം പിടിച്ച സ്ഥലമാണ്. കാരണം ഇഴജന്തുക്കളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങളൊരു രാജവെമ്പാലയെ കണ്ടു. എൻ്റെ ഏതോ കഷ്ടകാലത്തിന് ഞാൻ ക്യാമറ ഓണാക്കി വെക്കാൻ മറന്നുപോയി. സോ അതുവഴി എന്തോ ഭാഗ്യത്തിൻ്റെ രക്ഷപ്പെട്ട രാജവെമ്പാല ഇതായിരുന്നു ഒരു സ്ഥലം വന്നിട്ട്. പിന്നെ വേറെ ഇവിടെ കുരങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളം അധികം ഇല്ലായിരുന്നു. ഏകദേശം നമുക്ക് ഇറങ്ങാൻ പാകത്തിനുള്ള വെള്ളവും പിന്നെ പാറകളും പിന്നെ ഒരു മരത്തിൻ്റെ വേരിങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഫോട്ടോ എടുക്കാൻ. പിന്നെ കൂടാതെ എന്താ പറയുക, ഒരു സെലിബ്രിറ്റി ലൈഫായിരുന്നു ആ ടൈമിൽ എനിക്ക്. കാരണം മേക്കപ്പ് ചെയ്യാനൊരാൾ, മുടി ഒതുക്കി തരാനൊരാൾ, പിന്നെ ഫോട്ടോ എടുക്കാൻ ആൾക്കാർ. സോ നല്ല രസമായിരുന്നു. പിന്നെ ഫോട്ടോഗ്രാഫേഴ്സ് എന്ന് പറയുന്നത്
അവരും പ്രൊഫഷണലായിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സാണ്. നമ്മളെ നല്ല കംഫർട്ടബിളാക്കി, ഇങ്ങനെ പേടിപ്പിച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നും പറഞ്ഞില്ല. നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്നോ നിൽക്കാൻ പറ്റുക എന്ന് നമ്മളെ ഒരു കംഫർട്ടാക്കിയിട്ടേ ഒരു ഫോട്ടോ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. പിന്നെ കുറച്ച് സാഹസികമായിട്ടൊക്കെ ഫോട്ടോ എടുക്കാൻ മരത്തിൻ്റെ മണ്ടയിലൊക്കെ വലിഞ്ഞ് കയറേണ്ടി വന്നു. സോ എന്തായാലും നല്ല അടിപൊളി പിക്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഏറ്റവും ലാസ്റ്റ് ഇട്ടേക്കാം. പിന്നെ ഒരു 6-7 മണിയോട് ആയപ്പോഴത്തേക്ക് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. കാരണം നല്ലോണം അത്യാവശ്യം ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. അവർ ഞങ്ങളെ കൊണ്ടുവന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അവർ പോകാണ് ഉണ്ടായിരുന്നത്. സോ അതിനുശേഷം വീട്ടിൽ വന്നു. നല്ല മേക്കപ്പ് ആയതുകൊണ്ട് ഞാൻ കുറേ നേരം അതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കണ്ണാടിയുടെ മുന്നിൽ, അറിയാലോ നമ്മൾ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കണ്ണാടിയുടെ മുന്നിൽ ഒരു 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യാതെ യാതൊരു സമാധാനം ഉണ്ടാവത്തില്ല. അങ്ങനെ ലാസ്റ്റ് അമ്മയുടെ കയ്യിൽ നിന്ന് അടി കിട്ടുമെന്നായപ്പോൾ ഞാൻ എല്ലാം അഴിച്ചു മാറ്റി. സോ ഈ ഒരു മേക്കപ്പ് ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരി നല്ല അടിപൊളി അസലായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് പുള്ളിക്കാരിയുടെ ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ Instagram ID മെൻഷൻ ചെയ്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. സോ ഇതിൻ്റെ ഫൈനൽ റിസൾട്ടൊക്കെ ഞാൻ ലാസ്റ്റ് കൊടുത്തേക്കാം. അപ്പം ബൈ ബൈ.